ഇപ്പോൾ പാപ്പനംകോട് ഡിപ്പോയിൽ ഒരു മാസം 13 ടാറ്റയുടെ എഞ്ചിനാണ് റീകണ്ടീഷൻ ചെയ്തിരുന്നത്. അപ്പോൾ എഞ്ചിൻ അവൈലബിൾ ആവാത്തതുകൊണ്ട് വണ്ടി പലതും ഷെഡിൽ കിടപ്പുണ്ടായിരുന്നു. ഇപ്പം 43 അത് AC ആക്കി. എല്ലാം അവർ വെയിറ്റ് ഒന്നും എടുക്കണ്ട, എല്ലാം ചെയിൻ ബ്ലോക്കിൽ പോകും. അങ്ങനെ പോകുന്നതുകൊണ്ട് ആധുനിക വർക്ക്ഷോപ്പാക്കി മാറ്റിയപ്പോൾ 13 നിന്ന് 43 പ്രൊഡക്ഷൻ മാറി. ഒരു മാസം 13 എഞ്ചിൻ്റെ സ്ഥാനത്ത് 41 എഞ്ചിൻ പണിഞ്ഞു വരും. അപ്പം എഞ്ചിൻ എക്സസ്സാണ്. മനസ്സിലായി. നമ്മൾ പ്രൊഡക്ടിവിറ്റി കൂടിയപ്പോൾ എക്സസ്സാണ്. ലൈലൻഡ് വണ്ടി 16ഓളം എഞ്ചിൻ ഇപ്പം അവിടെ പുതുതായിട്ട് തുടങ്ങിയ യൂണിറ്റിൽ ചെയ്തു വരുന്നു. പിന്നെ അവിടെ പോയി ഷാജ ഒന്ന് കാണണം, ഇതുമായി ബന്ധപ്പെട്ടെന്ന് കാണണം. അവിടെ ഒരു മോഡേണൈസേഷൻ നടത്തിയിട്ടുണ്ട്. അതിനകത്ത് ഒരു മുറി എന്ന് പറയുന്നത് ഒരു ലാബ് കൊടുത്തിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികൾക്ക്, അവിടുത്തെ സ്റ്റാഫിന്, ആർക്ക് വേണമെങ്കിലും ഇൻവെൻഷൻസ് നടത്താം, വിദേശ രാജ്യങ്ങളുള്ളതുപോലെ. അതിൻ്റെ സോഫ്റ്റ്വെയറും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതിനകത്ത് ഈ പൈപ്പിനകത്ത് കയറുന്ന എയറിൻ്റെ പ്രഷർ കാര്യങ്ങളൊക്കെ പഠിക്കാൻ കഴിയുന്ന കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ജീവനക്കാർക്കോ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾക്കോ അവിടെ വന്ന് എന്തെങ്കിലും ഒരു ഇൻവെൻഷൻ നടത്താം. 4 സാധനങ്ങൾക്ക് നമ്മൾ പേറ്റൻ്റ് എടുത്തിരിക്കുക. ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. ഇത് 4 സാധനങ്ങൾ പേറ്റൻ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ജീവനക്കാരുണ്ടാക്കിയ സാധനങ്ങളാണ്. ഒന്ന്, ഈ വലിയ ഓള് പോലുള്ള വണ്ടിയുടെ ഗിയർ ബോക്സ് ഇളക്കിയെടുക്കുന്ന ഒരു ജാക്കിയാണ്. കണ്ടു കഴിഞ്ഞാൽ ജാപ്പനീസ് നിർമ്മിതാന്ന് തോന്നുന്നു. കണ്ടു എത്ര ഫിനിഷാണ്. അവിടെ കിടന്ന സാധനത്തിൽ നിന്ന് അവരുണ്ടാക്കിയെടുത്താണ്. മറ്റൊന്ന് ഒരു ഇൻസുലിനേറ്ററാണ്. പുകയില്ലാതെ തീയിൽ എന്തും കത്തി ചാമ്പലാകുന്ന ഒരു ഇൻസുലിനേറ്ററാണ്. അത് അവരുണ്ടാക്കിയതാണ്. ഞാൻ ഒരെണ്ണം വിലയ്ക്ക് വാങ്ങിച്ചു അവരെ. കാരണം എൻ്റെ ആനയുടെ വേസ്റ്റ് എല്ലാം കൂടെ എല്ലാം ഓലയൊക്കെ നനഞ്ഞ ഓല ഇത് കത്തിച്ച് കളയാൻ ഉണങ്ങി കത്തി കിട്ടും. അത് നമ്മൾ ഇതെടുത്തു, അതിൻ്റെ പേറ്റൻ്റ് കൊടുത്തിരിക്കുകയാണ്. പേറ്റൻ്റ് എടുക്കുക. പിന്നെ അതുപോലെ വിൽക്കാൻ പോവാണ്, നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ പോവുകയാണ് ആ സാധനം. ആ പേറ്റൻറ്റിന് വേണ്ടി നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഗിയർ ബോക്സ് പൊളിക്കുന്നൊരു മെഷീൻ, ഹൈഡ്രോളിക് ഒരു മെഷീൻ. അതുകൂടാതെ പുതിയൊരു സാധനം കണ്ടുപിടിച്ചത്, ഒരു ഈ പുതിയ വണ്ടികളിൽ ഒരു സൈലൻസറുമായി ബന്ധപ്പെട്ട ഒരു ഫിൽറ്ററുണ്ട്. പൊല്യൂഷൻ കൺട്രോളിന് വേണ്ടി Euro 6 ഭാഗമായിട്ട്, ഭാരത് 6 ഭാഗമായിട്ട് വരുന്നതാണ്. കാറുകളിലൊക്കെ ഉണ്ട്. ഇത് ചോക്ക് ചെയ്യും. ഇത് വന്നിട്ട് ഇങ്ങനെ കയറി നിറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്ലീൻ ചെയ്യണം. ഇത് ക്ലീൻ ചെയ്യണമെങ്കിൽ 10,000 രൂപയാണ്. മദ്രാസിൽ അയക്കണം. 10,000 രൂപയാണ് ഇതിൻ്റെ ചാർജ്. വെറും 11,000 രൂപയ്ക്ക് ഇത് 2 എണ്ണം ഒരേ സമയം ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ KSRTC ജീവനക്കാർ മെക്കാനിക്ക് കണ്ടുപിടിച്ചു. ഒരു തവണ ക്ലീൻ ചെയ്യാൻ 10,000 കൊടുത്തുകൊണ്ട് ഒരു തവണ ഒരു മദ്രാസിൽ അയക്കണം, ക്ലീൻ ചെയ്ത് കുറേ ദിവസം കഴിഞ്ഞാൽ വരത്തുള്ളൂ. ഒരു ദിവസം 2 എണ്ണം വെച്ച് ക്ലീൻ ഒരു മെഷീനകത്ത് ക്ലീൻ ചെയ്യാവുന്ന സാധനം. മൊത്തത്തിൽ മെഷീൻ്റെ ചിലവ് 11,000 രൂപ മൊത്തം ഉണ്ടാക്കാൻ. ഇതെല്ലാം അവിടുത്തെ പിള്ളേർ, അവിടുത്തെ മെക്കാനിക്ക് ഉണ്ടാക്കിയെടുത്താണ്. അവിടുത്തെ എഞ്ചിനീയർ അല്ല, അവിടുത്തെ മെക്കാനിക്ക് ഉണ്ടാക്കിയെടുത്താണ്.